സ്ത്രീ ആയതുകൊണ്ട് ഇവിടെ പറയാം. പലപ്പോഴും നമുക്ക് നല്ലോണം അറിയാം നമ്മൾ കുഞ്ഞിന്റെ അടുത്ത് കുഞ്ഞ് ചെയ്തതിനല്ല ആ ദേഷ്യം തീർക്കുന്നേ, നമുക്കുണ്ടായിരിക്കുന്ന വേറെ പല ഇഷ്യൂസിനെ നമ്മൾ കുഞ്ഞിന്റെ മേലാക്കുകയാണെന്ന് നമുക്ക് പൊതുവെ അറിയാം. അപ്പനായാലും അമ്മയ്ക്കായാലും നല്ല ബോധ്യമുണ്ട്, കാരണം നമ്മൾ അഡൽട്സ് അല്ലേ. പക്ഷെ നമ്മളത് അംഗീകരിക്കത്തില്ല, നമ്മൾ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു റീസണിങ് എന്ന് പറഞ്ഞാല് കുഞ്ഞ് ഈ വീട്ടിലെ സാഹചര്യങ്ങൾ അറിഞ്ഞു വേണം വളരാൻ. അവരുടെ അപ്പനും അമ്മയും എങ്ങനെയാണ് കടന്നു പോകുന്നതെന്ന് കണ്ടു വളർന്നാലേ നാളെ ഈ കുഞ്ഞ് അങ്ങനെ ആവാതായിരിക്കത്തുള്ളൂ. അല്ലെ അവൻ നാളെ നല്ല രീതിയിൽ ഇങ്ങനെ ആയിക്കൂടാ, അല്ലെ അപ്പന്റെ കൂട്ട് ആയിക്കൂടാ, അമ്മയുടെ കൂട്ട് ആയിക്കൂടാ എന്ന് ചിന്തിക്കത്തുള്ളൂ. നമ്മൾ അതിനെ ജസ്റ്റിഫൈ ചെയ്യുകയാണ്. പക്ഷെ അതൊരിക്കലും ഹെൽപ്ഫുൾ അല്ല. ഇതുപോലത്തെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് ഈ ഹൈപ്പർ വിജിലൻസ് എന്ന് പറഞ്ഞൊരു കാര്യം. എല്ലാം ആരെന്ത് പറഞ്ഞാലും എന്നെ കുറിച്ചാണ്, എവിടത്തെ കാര്യവും എന്നെ കുറിച്ചാണ്. അപ്പനും അമ്മയും തമ്മിൽ മാറിയിരിക്കുന്നു, അവരെന്റെ കാര്യത്തിൽ എന്തോ തീരുമാനം എടുക്കുക. ഫ്രണ്ട്സ് തമ്മിൽ മാറിയിരിക്കുന്നു, എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ഹൈപ്പർ വിജിലൻസ് കാരണം ഇവര് പിന്നെ ഒരു കുടുംബജീവിതത്തിലോട്ട് കയറുമ്പോഴും അല്ലെ ഇവിടെ ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്നിടത്തും എല്ലാം ഇവർക്ക് പ്രശ്നം ഉണ്ടാവും. കാരണം എന്താണ്, ഇവരർഹിക്കാത്ത, ഇവരറിയാത്ത, ഇവര് ചെയ്യാത്ത പലതും ഇവരുടെ മേൽ ചെറുപ്പം മുതലേ ഇട്ടുകൊടുത്തിട്ടുണ്ട്. മറ്റാരും ഒരു മുതിർന്ന അഡൽട്ട് എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവര് ചെയ്ത തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഈ കുഞ്ഞുങ്ങള് ഇത് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ട്രോമ എന്ന് പറയുന്നത്.